ചന്ദ്രകുമാർ സാർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല. അങ്ങനെ അവസാനം വന്നതാ അതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ആളുടെ ഡയറക്ഷനിൽ വരെ ഞാൻ അഭിനയിച്ചു. പ്രകാശ് വർമ്മ. അപ്പോൾ ഓരോരുത്തർ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കുക, അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. 48 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് സിനിമയല്ലാതെ വേറൊന്നും അറിയില്ല, സത്യമാണ്. ഞാൻ നീങ്ങിയ എൻ്റെ വഴികളിൽ എൻ്റെ കൂടെ സഞ്ചരിച്ചവർ, എനിക്ക് മുന്നേ സഞ്ചരിച്ചവർ, ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇനി സഞ്ചരിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. പലപ്പോഴും ഞാൻ തളർന്നു വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ താങ്ങിയെടുത്ത ആൾക്കാരാണ് ഈ നിൽക്കുന്നതെല്ലാം. എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, തലോടിയിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു പരിഭവമില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി മുഴുവൻ എൻ്റെ പകുതി, അതായത് 48 വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ അവർ പറയുന്ന 60 വയസ്സിന് മുകളിൽ 10% ആൾക്കാരെ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ 48 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. ഇപ്പോഴും നമ്മൾ തുടരും എന്നൊരു സിനിമ, അങ്ങനൊരു സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കിയതാണ്. അതുപോലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഒരു മലയാള സിനിമ ഇന്ത്യ മുഴുവൻ ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് ദൃശ്യം എന്നുള്ളൊരു സിനിമയായിരുന്നു. കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയിലെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്.